യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വാസത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രയാണത്തിലൂടെ ജൂബിലിയുടെ ആത്മീയ പാത നമുക്ക് കാണിച്ചു കൊടുക്കും. വട്ടത്തിന്റെ വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, അതെ, ഈ പ്രയാണത്തിൽ പങ്കുചേരുന്നവർ അവർ വിശ്വാസ പ്രദർശനം കൂടിയാണ്. ജൂബിലിയുടെ പ്രദർശനം കൂടിയാണ്. ജൂബിലി പ്രയാണം പ്രത്യാശയുടെ പ്രയാണമാണ്. ഇത് പ്രത്യാശയുടെ തീർത്ഥാടനമാണ്. ജൂബിലിയുടെ മഹത്വവും ജൂബിലി നൽകുന്ന സന്തോഷവും പകർന്നു നൽകുന്നതിന് വേണ്ടിയുള്ള പ്രയാണം. ആഗോള കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷാചരണം ആഗോള സഭയിലുടനീളം ഇന്ന് അഭിനന്ദനാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് 2025 ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് പൈതൃകവും ആത്മീയതയുടെ പുണ്യവും ഇഴചേർന്ന ഈ മണ്ണിൽ സെന്റ് തോമസ് കപ്പേളയിൽ നിന്നും ആരംഭിക്കുന്ന ജൂബിലി പ്രയാണം ജൂബിലിയുടെ വലിയ അടയാളമായ ജൂബിലി കുരിശ് കരങ്ങളിലേക്ക് ത്രിപുര വികാരി ജനറൽ ഓസ്ട്രേലിയത്തിൽ പ്രയാണത്തിൽ നയിക്കുമ്പോൾ അതിനായി ജൂബിലിയുടെ വൈദികർ ജൂബിലിയുടെ സന്തോഷം പകർന്ന് ജൂബിലിയുടെ റാലിയിൽ അണിനിരക്കുന്നു. ഇത് പ്രത്യാശയുടെ തീർത്ഥാടനമാണ്. അഭിമന്യ അമൃത് പുത്രമിക്കൽ പിതാവിന്റെ കരങ്ങളിൽ ഏറ്റുവാങ്ങിയ വിശ്വാസത്തിന്റെ പ്രതീകമായ വിശുദ്ധ പുരുഷൻ കരങ്ങളിലേറ്റിക്കൊണ്ടുള്ള പ്രയാണം, പ്രത്യാശയുടെ തീർത്ഥാടനം, നിത്യജീവിതം വിശ്വാസത്തിന്റെ ചൈതന്യത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. കർത്താവായ യേശുവുമായുള്ള നമ്മുടെ കണ്ടുമുട്ടലിന്റെ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ ചുവടുകളെ നയിക്കുന്ന നിരന്തരമായ കൂട്ടാളി എന്ന നിലയിൽ പ്രത്യാശയെ പ്രോത്സാഹിപ്പിക്കുവാനും നിലനിർത്തുവാനും കൂടുതൽ തീവ്രതയുള്ള ദിവസങ്ങൾ ആവശ്യപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉദ്ബോധനത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രത്യാശ നിറഞ്ഞ മനസ്സോടെ വിശ്വാസ തീഷ്ണതയോടെ നമുക്ക് ഓരോരുത്തർക്കും ഈ റാലിയിൽ പങ്കെടുക്കാം. ജൂബിലി കുരിശിന്റെ മഹത്വവും ജൂബിലി ഗാനം പകർന്നു നൽകുന്ന ആവേശവും ജൂബിലി എംബ്ലം പങ്കുവയ്ക്കുന്ന സന്ദേശവും ജൂബിലിയിലേക്കുള്ള നമ്മുടെ യാത്രയെ സുന്ദരമാക്കും. ജൂബിലി 2022 വിശ്വാസത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യാശയെ മുറുകെ പിടിക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രത്യാശയുടെ തീർത്ഥാടനത്തിന് നാം തുടക്കം കൊടുക്കുന്നു. ഡിസംബർ 24 റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ കവാടം തുറന്നുകൊണ്ട് ജൂബിലിയിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷമുള്ള ഈ ന്യായം ആഗോള കത്തോലിക്ക സഭയിലെ എല്ലാ രൂപതകളിലും ജൂബിലിക്ക് തുടക്കം കുറിക്കുകയാണ്. സെന്റ് തോമസ് കപ്പേളയിൽ നിന്നും ജൂബിലി പ്രയാണം ജൂബിലി കുരിശ് കരങ്ങളിലേക്ക് ലോകത വികാരി ജനറൽ കോൺസ്റ്റൽ റോട്ടി റോബിക്രാത്തിൽ വിശ്വാസ റാലിക്ക് ജൂബിലി റാലിക്ക് പ്രതീക്ഷയുടെ സന്തോഷം പങ്കുവഹിക്കൊണ്ട് വൈദികരുടെ അകമ്പടിയോടെ ഈ റാലിയെ ആത്മീയ നിലവിലേക്ക് കൊണ്ടുവരുമ്പോൾ വർണ്ണശബളമായ ഒത്തുകുടകൾ കരങ്ങളിലേക്ക് വർണ്ണതൂക്കുകൾ കരങ്ങളിലേക്ക് വിശ്വാസ സാക്ഷ്യത്തെ ജൂബിലിയുടെ സന്തോഷത്തെ പകർന്നു നൽകിക്കൊണ്ട് സന്യസ്തരും വിവിധ ഇടപെടലുകളുള്ള വിശ്വാസികളും പ്രത്യാശിയുടെ തീർത്ഥാടനത്തിൽ വിശ്വാസത്തോടെ
പങ്കുചേരുന്നു. വിശ്വാസത്തിന്റെ വലിയ സന്ദേശമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. മുതലായ യേശുവിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാൻ പ്രതീക്ഷ നിറഞ്ഞ മനസ്സോടെ ജീവിതയാത്ര തുടരുവാനും നമുക്ക് സാധിക്കുന്നു. പ്രത്യാശയുടെ തീർത്ഥാടനത്തിലാണ് പൈതൃകം പേറുന്ന ആത്മീയ പാദങ്ങൾ പതിഞ്ഞ നിരവധി പുണ്യപുരുഷന്മാരുടെ വിശുദ്ധരുടെ പാദങ്ങൾ പതിഞ്ഞ ഈ മണ്ണിൽ പ്രത്യാശയുടെ തീർത്ഥാടനത്തിലാണ് നാം ഓരോരുത്തരും. പ്രാർത്ഥനകളുടെ മനസ്സോടെ ജൂബിലിയുടെ സന്ദേശം പകർന്നറിയിക്കൊണ്ട് ഒറ്റപ്പെട്ടവരുടെ വികാരതകളിൽ മാർച്ചിൽ റോക്കിൽ പ്രയാണത്തിലൂടെ ജൂബിലിയുടെ ആത്മീയ പാത, ആത്മീയ സന്ദേശം നമുക്ക് പകർന്നു നൽകുന്നു. ഒറ്റപ്പെട്ടവരുടെ വേദികൾ, സന്യസ്തർ, വിവിധ ഇടവുകളിൽ നിന്നുള്ള വിശ്വാസികൾ ഈ വിശ്വാസ പ്രയാണത്തിൽ, ഈ ജൂബിലി പ്രയാണത്തിൽ പങ്കുചേരുമ്പോൾ ജൂബിലി പ്രയാണം പ്രത്യാശയുടെ പ്രയാണമായി മാറുന്നു. വിശ്വാസത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രതീക്ഷ നിറഞ്ഞ മനസ്സോടെ ഓരോ വിശ്വാസികളും ഈ കപ്പലുകളിൽ നിന്ന് ആരംഭിക്കുന്ന ജൂബിലി പ്രയാണത്തിൽ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ പങ്കുചേരുമ്പോൾ ജൂബിലിയുടെ സന്ദേശമാണ് ഈ ഒരു പ്രയാണത്തിലൂടെ നാം പങ്കുവെക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷ ആചരണം ആഗോള സഭയിലുടനീളം ഇന്നേ ദിനം അഭിനന്ദനാഥന്മാരുടെ കാവ്യത്വത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് 2025 ജൂബിലി ആഘോഷങ്ങൾക്ക് നാം തുടക്കം കുറിക്കുകയാണ്. ഇന്ന് പൈതൃകവും ആത്മീയതയുടെ പുണ്യവും ഇഴകുന്ന ഈ മണ്ണിൽ നിന്നും സെന്റ് തോമസ് കപ്പലിൽ നിന്നും ആരംഭിച്ച ജൂബിലി പ്രയാണം ജൂബിലിയുടെ വലിയ അടയാളമായ ജൂബിലി കുരിശ് കരങ്ങളിലേന്തി ഇവിടെ വികാരി ജനറൽ മോൺസിഞ്ഞർ റോക്കി ലോബി കളത്തിൽ പ്രയാണത്തെ നയിക്കുമ്പോൾ അതൊരു സുവിശേഷമാണ്. ജൂബിലിയെ കണ്ടുമുട്ടലിന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ ചുവടുകൾക്ക് കയറ്റി വരുന്ന പ്രത്യാശയെ ചേർത്ത് പിടിക്കുവാൻ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രത്യാശ ഓരോ ക്രൈസ്തവരും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രകീർത്തിക്കുവാനും പ്രതീക്ഷ നിറഞ്ഞ മനസ്സോടെ ജീവിതയാത്ര തുടരുവാനും ഓരോ ക്രൈസ്തവ വിശ്വാസിക്കും സാധിക്കണം. പ്രത്യാശയുടെ തീർത്ഥാടനത്തിലാണ് നാം ഓരോരുത്തരും. വർണ്ണക്കുടകളും വർണ്ണബലൂണുകളും കരങ്ങളിലേന്തി ഈ പ്രത്യാശയുടെ ജൂബിലി പ്രയാണത്തിൽ നാം ഓരോരുത്തരും പങ്കുചേരുമ്പോൾ
ജൂബിലി കുരിശ് കരങ്ങളിലേന്തി കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറൽ മോൺസിൽ റോക്കി റോബി കളത്തിൽ പ്രയാണത്തിലൂടെ ജൂബിലിയുടെ ആത്മീയ സന്ദേശം നമുക്ക് പകർന്നു നൽകുന്നു. കോട്ടപ്പുറം രൂപതയിലെ വൈദികർ, സന്യസ്തർ, വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ. അതെ, ജൂബിലി പ്രയാണം പ്രത്യാശയുടെ പ്രയാണമാണ്. വിശ്വാസത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രത്യാശയെ മുറുകെ പിടിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രത്യാശയുടെ തീർത്ഥാടനത്തിന് കോട്ടപ്പുറം രൂപതയുടെ മണ്ണിൽ തുടക്കം കുറിക്കുകയാണ്. ജൂബിലി പ്രത്യാശയോടെ കൊണ്ടാടുവാൻ പ്രത്യാശയുടെ തീർത്ഥാടനത്തിലൂടെ ഓരോ ക്രൈസ്തവ വിശ്വാസികളും ചേർത്ത് വയ്ക്കുന്ന ആ പ്രത്യാശയുടെ വെളിച്ചം കൂടുതൽ ജ്വലിപ്പിക്കുവാനായിട്ട് നാം ഓരോരുത്തരും പ്രത്യാശയുടെ ഈ റാലിയിൽ അണിനിരക്കുന്നു. സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകുന്ന മനോഹരമായ സുന്ദരമായ നിമിഷങ്ങൾ. ജൂബിലി കുരിശ് കരങ്ങളിലേന്തി കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറൽ മോൺസിൽ റോക്കി റോബി കളത്തിൽ പ്രയാണത്തിലൂടെ ജൂബിലിയുടെ ആത്മീയ പാത, ജൂബിലിയുടെ ആത്മീയ സന്ദേശം നമുക്ക് പകർന്നു തരുന്നു. കോട്ടപ്പുറം രൂപതയിലെ വൈദികർ, സന്യസ്തർ, അൽമായ നേതാക്കന്മാർ, വിവിധ ഇടവുകളിൽ നിന്നുള്ള വിശ്വാസികൾ. അതെ, ജൂബിലി പ്രയാണം പ്രത്യാശയുടെ പ്രയാണമാണ്. ഇത് പ്രത്യാശയുടെ തീർത്ഥാടനമാണ്. ഓരോ ക്രൈസ്തവ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്ന വിശ്വാസവും പ്രത്യാശയും, ആ പ്രത്യാശയുടെ നമ്മുടെ രാജസ്ഥാനം സ്വീകരണത്തെ അനുസരിച്ച് മേലെ തെളിയിക്കുന്നു. തുടർന്ന് അഭിനന്ദനാണ് ഈ പ്രധാന പ്രമാണം തുറന്നുകൊണ്ട് ഈ വർഷത്തെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവത്തിനെയും പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ജൂബിലി 2025 ഔദ്യോഗികമായി തുറക്കപ്പെടുന്ന ഈ മുഖ്യ കവാടത്തിലൂടെയായിരിക്കും ഇവിടെയായിരിക്കുന്ന വൈദികരും ദൈവജനം മുഴുവനും അഭിനന്ദിതാവിന്റെ പിന്നാലെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, തിക്കും തിരക്കും കൂടാതെ പ്രാർത്ഥനാപൂർവ്വം ഈ മുഖ്യ കവാടത്തിലൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എല്ലാ ദൈവജനവും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സഹകാർമ്മികരും ഈ കത്തിലെ ദേവാലയത്തിന്റെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ കുരിശിന്റെ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. തുടർന്ന്
ജ്ഞാനസ്നാന സ്വീകരണാനുസ്മരണമാണ് ഇപ്പോൾ നടക്കുക. അഭിമന്യ പിതാവ് ഇപ്പോൾ ജലം ആശീർവദിക്കുന്നു. ശുദ്ധീകരണത്തിന്റെ അടയാളമാണ് ജലം. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ജന്മപാപത്തിന്റെ മാലിന്യങ്ങളിൽ നിന്നും കഴുകി ഒരു നവജന്മം നൽകാനാണ് ഈ ജലം ആശീർവദിക്കുന്നത്. നമ്മുടെ പാപത്തിൽ നിന്നകന്ന് ക്രിസ്തുവിന്റെ അനുയായികളാകാൻ ഈ ജലം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജ്ഞാനസ്നാനത്തിന്റെ സ്മരണയ്ക്കായി നമ്മുടെ മേൽ തളിക്കുവാനുള്ള അവിടുത്തെ ഉറവയും ശുദ്ധീകരണത്തിന്റെ ആദിരൂപവുമായ ജലം വഴി ഞങ്ങളുടെ മാനസങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാനും നിത്യജീവന്റെ ദാനം സ്വീകരിക്കുവാനും അങ്ങ് തിരുവുള്ളമായല്ലോ. കർത്താവെ, അങ്ങ് അണിഞ്ഞ് ഈ ജലം ആശീർവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി ഈ ദിനം അങ്ങേ കാരുണ്യത്തിൽ ശക്തിപ്പെടട്ടെ എന്ന് ഞങ്ങൾ അഭിലഷിക്കുന്നു. അങ്ങേ കൃപാവരത്തിന്റെ സജീവമായ നീരുറവ ഞങ്ങളിൽ നവീകരിക്കുവാനും ഈ ജലം വഴി ആത്മശരീരങ്ങൾക്ക് നേരിടാവുന്ന സകല ജന്മങ്ങളിൽ നിന്ന് ഞങ്ങൾ സുരക്ഷിതരാകുവാനും അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ നിർമ്മല ഹൃദയത്തോട് അങ്ങിലേക്ക് അടുത്തു വരുവാനും അങ്ങേ രക്ഷ യഥായോഗ്യം സ്വീകരിക്കുവാനും പ്രാപ്തരാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏറ്റരുളയണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾക്ക് എണ്ണപേക്ഷിക്കുന്ന കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏറ്റരുളയണമേ. ഇപ്പോൾ അഭിമന്യ പിതാവ് ആശീർവദിച്ച തീർത്ഥജലം വൈദികർ വിശ്വാസികളുടെ മേൽ തളിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഗാനം ഈ സമയം ഗായക സംഘം ആലപിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനത്തിൽ പങ്കുചേരാം. ഇപ്പോൾ അഭിമന്യ പിതാവ് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ജൂബിലി കുരിശ് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ജൂബിലി കുരിശ് വഹിച്ചുകൊണ്ട് അഭിമന്യ പിതാവും സഹകാർമ്മികരും വിശ്വാസികളും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, തിക്കും തിരക്കും കൂട്ടാതെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ കുരിശ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവേ, അങ്ങാവുന്നു ഞങ്ങളുടെ പ്രത്യാശ. ഞങ്ങൾ ഒരിക്കലും ആശയക്കുഴപ്പത്തിലാവില്ല. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ പാപവിമുക്തരാവട്ടെ. നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മുടെ കൈകളിലിരിക്കുന്ന ബലൂണുകൾ ആകാശത്തിലേക്ക് ഈ സമയം ഉയർത്താവുന്നതാണ്. പ്രധാന കവാടത്തിനരികിൽ ഒരുമിച്ച് വെക്കാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.
യാത്ര നടത്തുക. സാധാരണ ഇതിൽ 50-ാം വർഷമാണ് ജൂബിലി ആയിട്ട് ആഘോഷിക്കുക. 7 വർഷത്തിന്റെ സാപത്ത് 7 70 7 സാപത്തും അത് 7 വർഷം. അങ്ങനെ അത് കഴിഞ്ഞ് 50-ാമത്തെ വർഷമാണ് യഥാർത്ഥത്തിൽ ജൂബിലി ആയിട്ട് ആഘോഷിക്കുക. ആ ജൂബിലി വർഷത്തെ കുറിച്ചാണ് ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ പറയുന്നത്. സന്തോഷത്തോടെ കാഹളാമുറികൊണ്ടുള്ള വഴികൾ വിശുദ്ധീകരിക്കുവാൻ മറന്നുപോയ വഴികളായിരുന്നുവെങ്കിലും തിരിച്ച് യാത്ര നടത്തുമ്പോൾ വിശുദ്ധീകരിക്കണം എന്നുള്ള